വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചാമ്പങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ചാമ്പങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ചാമ്പങ്ങയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അല്ലേ. ഇനി നമുക്ക് ഒരു 50 ഗ്രാം വെളുത്തുള്ളി വേണം. അത് ഞാനിവിടെ പൊളിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ, ഇനി നമുക്ക് ഈ ചാമ്പങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് എടുത്തിട്ട് ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് അച്ചാറിൻ്റെ പരുവത്തിന് നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചാമ്പങ്ങ 4ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇതിനകത്ത് കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. ഇതിനകത്ത് ചിലതിനകത്തൊരു കറുത്ത ഒരു ചെറിയൊരു നാര് പോലുണ്ട്, അതൊക്കെ അങ്ങ് എടുത്ത് കളയണം. ഇതിനകത്ത് കുരുവൊന്നുമില്ല കേട്ടോ, ഈ ചാമ്പങ്ങയ്ക്കകത്ത് ഒട്ടും കുരുവില്ല. ഇതാ ഞാൻ പറഞ്ഞ കറുത്ത സാധനമില്ലേ, അതങ്ങ് എടുത്ത് കളയണം. അത് എല്ലാ ചാമ്പങ്ങയ്ക്കകത്തും ഉള്ളതാണേ. പിന്നെ കഴുകാൻ മറക്കരുത്, പൊടി കാണും ചാമ്പങ്ങയിൽ, അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇതെല്ലാം ഞാനിതുപോലെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനല്ലേ. ഇനി നമുക്കൊരു കടായിയൊക്കെ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് അത് ചൂടാകുമ്പോഴത്തേനും നമുക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അച്ചാറിനൊക്കെ ഇത്തിരി നല്ലെണ്ണ മുന്നോട്ട് നിൽക്കണം. ഇനി എണ്ണയെല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്ത് ചെറുതായിട്ട് മുറിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് മൂത്ത് വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മളെ പൊളിച്ചരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം വേഗം അങ്ങ് മൂത്തും പോവും. ഈ വെളുത്തുള്ളിയുടെ ഒരു സൈഡ് മൂക്കാതായി പോവും. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ അച്ചാർ പൊടിയോ അങ്ങനെയൊന്നും ഞാൻ ഇതിനകത്ത് ചേർക്കത്തില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ ഒരുപാട് ഇടരുത്, കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉലുവ ഇടല്ലേ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇളക്കിയതിന് ശേഷം ഇത് നമ്മൾ അച്ചാറിന് അരിയുന്നതിന് മുന്നേ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് തണുക്കാൻ വെക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചാറ് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കണ്ടോ, ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനിപ്പോൾ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് മിക്സായിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ആ വെള്ളത്തിനകത്ത് കിടന്നൊന്ന് മിക്സായതിന് ശേഷം നമുക്കിനി നമ്മുടെ ചാമ്പങ്ങ ഇട്ട് കൊടുക്കണം. ഈ ചാമ്പങ്ങ ഇട്ട് കൊടുക്കാം. ചാമ്പങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് കണ്ടോ, ഒന്ന് ഇളക്കി ഈ പൊടിയെല്ലാം ഈ ചാമ്പങ്ങയിലെല്ലാം ഒന്ന് പിടിക്കണം. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ തീ സിമ്മാക്കിയാണ് വെച്ചേക്കുന്നത്. ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ഇതുപോലെ ഇളക്കി കൊടുത്ത്, വെന്ത് പോയാൽ കൊള്ളത്തിൽ അളിഞ്ഞിരിക്കും അച്ചാറ്. അപ്പം നമുക്ക് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഒരു ഇത്തിരി വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കണേ. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് പൊടിയൊക്കെ ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ എല്ലായിടത്തും പറ്റിയിട്ടുണ്ട്. ഉപ്പ് പെട്ടെന്ന് അങ്ങ് പിടിക്കത്തില്ല കേട്ടോ ചാമ്പങ്ങയിൽ. ഒരു 2 ദിവസം ഇരുന്നതിന് ശേഷമൊക്കെ ഉപ്പ് അതിനകത്ത് പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്തു. കണ്ടോ, വിനാഗിരിയുടെ പുളിക്ക് ഇനി വിനാഗിരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഈ ചാമ്പങ്ങയ്ക്ക് പുളി കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തത്.
അതൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് ഇനി ഒരുപാടങ്ങ് തിളച്ച് വേകാൻ നിൽക്കണ്ട. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിനകത്ത് കോരിയിട്ട് അടച്ച് വയ്ക്കണം. ഇപ്പം എല്ലായിടത്തും ചാമ്പങ്ങയൊക്കെ ഉള്ള സമയമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. കണ്ടോ? ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തണുക്കണം. ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബോട്ടിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കോരിയിട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ അച്ചാർ വേഗം പൂത്ത് പോകും. ഇതുപോലെ കോരിയിട്ട് നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വയ്ക്കണം. 2 ദിവസം ഇത് പുറത്തിരിക്കട്ടെ. പുറത്തിരുന്നിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പം നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.